ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാൽ അതിനുവേണ്ടി ഞാനിവിടെ 3 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാളയ്ക്ക് മുന്നേ തക്കാളിയാണ് ഇടുന്നത്. തക്കാളി 2 അരിഞ്ഞ് വെച്ച് 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് 3 കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 1.5 കിലോ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറന്നു പോലെ ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കണം. ഇതിൻ്റെ കൂടെ നമുക്കിനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് ഒരുപാട് മൂപ്പിക്കരുത് കേട്ടോ. ഏകദേശം ഈ ഒരു പരുവം ആകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 3 കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ചിക്കനകത്തോട്ട് അതിൻ്റെ എണ്ണയും ഗ്രേവിയും എല്ലാം കൂടി പിടിച്ച് ഇനി നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഇത് കരിയത്തൊന്നുമില്ല. ചൂട് തട്ടുമ്പോൾ ചിക്കനകത്തുനിന്ന് വെള്ളം ഓട്ടോമാറ്റിക്കലി ഇറങ്ങി ഇതൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് തുറന്ന് നോക്കി അതോടെ കറിവേപ്പിലയും മസാലപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് 4 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതുപോലെ സെപ്പറേറ്റ് എണ്ണ ഒഴിക്കാതെ മൂപ്പിച്ച് ചൂടാക്കി എടുക്കണം. ഏകദേശം ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് തട്ടിയിടുക. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ സെറ്റായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം വെള്ളമുണ്ട് അതിനകത്ത്. എന്നാൽ ഇത് വെന്ത് കിട്ടാൻ അത്യാവശ്യം ചാറ് വേണ്ടുന്നവർക്ക് 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചൂടുവെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കൽ, ഇത്ര ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഇതെല്ലാം കൂടെ സെറ്റായി ആ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് വെക്കുക. തുറന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് അവസാനം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കറി വെന്ത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കറി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ.